ലോകം ഒരു കണ്ണാടിയാണ്. KKG ഇഫക്റ്റിന്റെ 189 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ചെറിയ പരീക്ഷണത്തിന്റെ കഥ പറയാം. ഒരിക്കൽ ശാസ്ത്രജ്ഞർ ഒരു നായയെ വിചിത്രമായ ഒരു മ്യൂസിയത്തിനുള്ളിലേക്ക് കടത്തിവിട്ടു. ആ മ്യൂസിയത്തിന്റെ തറയും ചുവരുകളും മേൽക്കൂരയും എന്തിനു വാതിലുകൾ പോലും തിളങ്ങുന്ന കണ്ണാടികളാൽ നിർമ്മിച്ചതായിരുന്നു. അകത്തേക്ക് കാലെടുത്ത് വെച്ച നായ ഒന്ന് പതറി. അവൻ എങ്ങോട്ട് നോക്കിയാലും അവനെ തന്നെ തുറിച്ചു നോക്കുന്ന ആയിരക്കണക്കിന് നായ്ക്കൾ. മുന്നിലും പിന്നിലും മുകളിലും താഴെയുമെല്ലാം തന്നെ വളഞ്ഞിരിക്കുന്ന ഒരു വലിയ നായ്ക്കൂട്ടം. ഭയം അതിനെ കീഴടക്കി. അത് പല്ലിറുമ്മിക്കൊണ്ട് അവരെ നോക്കി ഒന്ന് മുരണ്ടു. ഉടനെ കണ്ണാടിയിലെ നായ്ക്കളും അവനെ നോക്കി പല്ലിറുമ്മി. അവന് ഉറക്കെ കുരച്ചു. അപ്പോൾ ചുറ്റുമുള്ള ആയിരക്കണക്കിന് നായ്ക്കളും ഒരേപോലെ തിരിച്ചു കുരച്ചു. പരിഭ്രാന്തനായ നായ രക്ഷപ്പെടാനായി ഇടത്തോട്ടും വലത്തോട്ടും ആഞ്ഞു ചാടി. അവനോടൊപ്പം കണ്ണാടിയിലെ നായ്ക്കളും അവന് നേരെ ചാടി. അവൻ ആഞ്ഞു കടിക്കാൻ ശ്രമിച്ചു. തിരിച്ച് ആയിരക്കണക്കിന് പല്ലുകൾ അവനെ കടിക്കാൻ ഒരുങ്ങി നിന്നു. അവൻ എത്രത്തോളം പോരാടിയോ അത്രത്തോളം ശത്രുക്കൾ അവന് ചുറ്റും കൂടി വന്നു. അവൻ എത്ര പേടിച്ചോ അത്രത്തോളം ഭീകരമായി ആ ലോകം അവന് അനുഭവപ്പെട്ടു. പിറ്റേന്ന് രാവിലെ മ്യൂസിയം തുറന്നവർ കണ്ടത് ആ കണ്ണാടി മ്യൂസിയത്തിൽ തളർന്നു വീണ് മരിച്ചു കിടക്കുന്ന പാവം നായയെയാണ്. അവനെ ആരും ആക്രമിച്ചിരുന്നില്ല, ആരും അവനെ മുറിവേൽപ്പിച്ചിരുന്നില്ല. താൻ കണ്ടത് വെറും പ്രതിബിംബങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയാതെ സ്വന്തം നിഴലിനോട് പോരാടിയാണ് അവൻ ജീവൻ വെടിഞ്ഞത്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു കണ്ണാടിയാണ്. ഈ ലോകം സ്വതവേ ക്രൂരവുമല്ല, കരുണയുള്ളതുമല്ല. അത് നമ്മെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം. ആ നായ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അവൻ കണ്ട നായ്ക്കളെ നോക്കി സ്വന്തം ഭാഷയിൽ ഒന്ന് ചിരിക്കുകയോ സ്നേഹത്തോടെ വാലാട്ടി ഒന്ന് നോക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവന് ഈ ദുർഗതി വരില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് ആയിരക്കണക്കിന് നായ്ക്കൾ അവനെ നോക്കി സ്നേഹത്തോടെ വാലാട്ടുമായിരുന്നു. പേടിപ്പെടുത്തുന്ന ആ മ്യൂസിയം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരിടമായി അവന് മാറ്റാമായിരുന്നു. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഭയം, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇവയെല്ലാം ലോകം നിങ്ങളിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കും. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ മാത്രമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സിനെ ഒന്ന് പരിശോധിക്കൂ. ചുറ്റും വെറുപ്പ് മാത്രമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ വിശകലനം ചെയ്യേണ്ട സമയമായി എന്ന് കരുതാം. ലോകം ഒരു കണ്ണാടിയാണ്. അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ബൈ ഫ്രം KKG.